നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ മഴ ആരംഭിക്കുകയാണ്. ഞാൻ അസദ സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് പാർട്ടിയിൽ വീണ്ടും ആവശ്യം. സംസ്ഥാന കൌൺസിലിലാണ് ആവശ്യമുയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സെക്രട്ടേറിയറ്റ് സ്വജനപക്ഷപാതം നടത്തിയെന്നും അംഗങ്ങൾ ആരോപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അപക്വമായ പ്രസ്താവനകൾ നിർത്തണമെന്നും സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ പെരുമാറിയത് രാജാവിനെ പോലെയെന്നും LDF ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടെന്നും വിമർശനമുയർന്നു. R ശ്രീജിത്ത് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ശ്രീജിത്ത്, വീണ്ടും സമാന ഭാഷയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു അംഗങ്ങളുടെ ഭാഗത്തുനിന്നും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ നിലയിലുള്ള ആവശ്യത്തിലേക്ക് മാറുകയാണല്ലേ കാര്യങ്ങൾ? അതിഥ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായാണ് CPIയുടെ 2 ദിവസത്തെ സംസ്ഥാന കൗൺസിൽ ഇന്ന് ആരംഭിച്ചത്. ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവിന്റെ തുടർച്ചയായിരുന്നു സംസ്ഥാന കൗൺസിൽ യോഗം. ഈ യോഗത്തിലാണ് CPIയുടെ കേരളത്തിലെ പരമോന്നത ഘടകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന ആവശ്യമുയർന്നത്. ഈ ആവശ്യം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് CPIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായ PS സുബാലാണ്. സെക്രട്ടേറിയറ്റിന്റെ വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടമായെന്ന് മലപ്പുറത്തു നിന്നുള്ള നേതാവായ അജിത് കൊളാടിയും വിമർശിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ സെക്രട്ടറി പിരിച്ചുവിടണം എന്ന ആവശ്യം തനിക്കില്ല എന്നാണ് ശിവാനന്ദൻ സൂചിപ്പിച്ചത്. ഇതുകൂടാതെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനമുണ്ടായി. ബിനോയ് വിശ്വത്തിന്റെ പല പ്രസ്താവനകളും അപക്വമാണ്. ഏറ്റവും ഒടുവിൽ അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന തരത്തിലുള്ള പ്രസ്താവന CPM-ലാക്കാക്കി നടത്തിയത് തെറ്റായി പോയി. ഇത്തരമൊരു അപക്വമായ പ്രസ്താവനകൾ ബിനോയ് വിശ്വം അവസാനിപ്പിക്കണം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത് ശരിയായില്ലെന്ന വിമർശനവും നേതാക്കൾ ഉന്നയിച്ചു. ഈ കാര്യത്തിലും PS സുബാൽ ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ പരാമർശം നടത്തി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊണ്ട് CPIക്ക് പാർട്ടിക്ക് എന്ത് ഗുണമാണുള്ളത് എന്നാണ് PS സുബാൽ ചോദിച്ചത്. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ സ്വരങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയാണ് സംസ്ഥാന കൗൺസിലും ഉണ്ടായത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ രാജാവിനെ പോലെയാണ് പെരുമാറിയത്. മുന്നണി പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. മാർക്സിസമല്ല LDF പിന്തുടർന്നത്, മറിച്ച് സ്റ്റാലിനിസമാണ് എന്ന വിമർശനവും സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉയർന്നു. ഇന്ന് രാവിലെ 11:30 ആരംഭിച്ച ചർച്ച വൈകുന്നേരം വരെ നീണ്ടു. നാളെയും ചർച്ച തുടരും. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ 9 മണിക്കൂറോളം ചോദ്യം ചെയ്ത് ED. രാത്രി 8 മണിയോടുകൂടിയാണ് വീണ ടി മടങ്ങിയത്. ഭർത്താവും MLA-യുമായ PA മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിലെ ED അന്വേഷണത്തിലാണ് അതിനിർണായക ചോദ്യം ചെയ്യൽ നടന്നത്. രാവിലെ 10:30-യോടെ ED ആസ്ഥാനത്തെത്തിയ വീണ ടി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് രാത്രി 8 മണിയോടെ. ED ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എത്തിയില്ല. ശേഷം ഭർത്താവും MLA-യുമായ PA മുഹമ്മദ് റിയാസിനൊപ്പം ഇന്ന് ഹാജരാവുകയായിരുന്നു. SFIO റിപ്പോർട്ടിന്റെ വിവരങ്ങളും റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. 2016 മുതൽ 2020-21 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപ കരിമണൽ കമ്പനിയായ CMRL IT സേവനങ്ങൾക്കെന്ന പേരിൽ എക്സാലോജിക്കിന് നൽകിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജിക് CMRL-ന് വേണ്ടി പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ആദ്യം അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലായി CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത, ജയ എസ് കർത്ത, മകൾ ഷിബി എസ് കർത്ത എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. 24 കൊച്ചി. G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചയിൽ പശ്ചിമേഷ്യൻ സംഘർഷവും ഇന്ത്യൻ നാവികരുടെ മരണവും ഉന്നയിച്ച മോദി സമുദ്രപാതകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യ-US വ്യാപാര കരാർ ഉടൻ അന്തിമമാകുമെന്ന് ട്രംപ് പറഞ്ഞു. 16 മാസങ്ങൾക്ക് ശേഷം ഇരു നേതാക്കൾക്കുമിടയിൽ നടന്ന കൂടിക്കാഴ്ച നിർണായകമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷവും വ്യാപാര കരാറും ഇന്ത്യ-US ബന്ധവും ചർച്ചയിൽ ഉയർന്നു. സമാധാനം പുലരാൻ ട്രംപ് സ്വീകരിക്കുന്ന നടപടികളെ പുകഴ്ത്തിയ മോദി ഇന്ത്യൻ നാവികരുടെ മരണം ഉന്നയിച്ചെങ്കിലും നടപടികളെ ന്യായീകരിക്കുന്ന നിലപാടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റേത്. തങ്ങളുടെ ജോലി വളരെ പ്രയാസകരമെന്നായിരുന്നു മറുപടി. ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഹോർമുസ് കടലിടുക്കിൽ സ്വതന്ത്ര സഞ്ചാരം സാധ്യമാക്കണമെന്ന് ട്രംപിനോട് മോദി. एक्सेलेंसी, आप और हम सभी इस बात से सहमत है कि हॉर्मुज का खुला रहना एक वैश्विक अर्थव्यवस्था के लिए बहुत ही अनिवार्य है. एक्सेलेंसी, हम हमेशा कहते रहे हैं कि फ्रीडम ऑफ नेविगेशन सुनिश्चित होना चाहिए और इस पर हम सब ने मिलकर के बल देना चाहिए. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദിയുടെ സംഭാവനകളെ ട്രംപ് അഭിനന്ദിച്ചു. അമേരിക്കൻ വിപണിയിലെ ഇന്ത്യൻ വ്യാപാര സാധ്യതയും പുകഴ്ത്തിയ US പ്രസിഡന്റ് ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ ഉടൻ
അന്തിമമാകുമെന്ന് പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവും ട്രംപ് ഫ്രാൻസിലെ വേദിയിൽ ആവർത്തിച്ചു. Very good conversations with Prime Minister Modi, India, and we're doing trade deals. We're doing a lot of things. A lot of things are happening between the United States and India. The United States is doing the best we've ever done. We have over $19.2 trillion coming in, and we're building factories. We're building everything, and Prime Minister is building a lot in the United States. He's spending a lot of money in the United States, so we appreciate that. Jobs. പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി. നേരത്തെ G7 ഉച്ചകോടിയിൽ സമുദ്രപാതകളുടെ സുരക്ഷിതത്വവും ഇന്ത്യൻ നാവികർക്ക് നേരെയുള്ള ആക്രമണങ്ങളും മോദി ഉന്നയിച്ചിരുന്നു. 24 ഡൽഹി. താൽക്കാലിക നിരോധനത്തിനെതിരായ ടെലിഗ്രാമിന്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് ഡൽഹി ഹൈക്കോടതി. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. നിരോധനം ഏകപക്ഷീയമെന്ന് ടെലിഗ്രാം വാദിച്ചു. ആർ അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, വലിയ വിമർശനം കേന്ദ്ര നടപടിക്കെതിരെ ഉയർന്ന പശ്ചാത്തലമുണ്ട്. സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ചുവെങ്കിലും ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നടന്നത് കോടതിയിൽ? നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ താൽക്കാലിക നിരോധനം ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പിന് ഏർപ്പെടുത്തിയത്. ഇതിനെതിരെയായിരുന്നു ടെലിഗ്രാം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതും കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം വാദമായി ഉന്നയിച്ചത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു ഉത്തരവ് അത് അതിരുകടന്ന പ്രവൃത്തി എന്നാണ് ടെലിഗ്രാം വിശേഷിപ്പിച്ചത്. ടെലിഗ്രാം പ്ലാറ്റ്ഫോം മുഴുവനായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ പൂർണ്ണ നിരോധനം അത് ഒഴിവാക്കണമെന്ന് ഇന്ന് ടെലിഗ്രാം ഡൽഹി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ചോദ്യങ്ങൾ നിൽക്കുന്ന ടെലിഗ്രാം ചാനലുകൾ ഉണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. പ്രശ്നം പലതവണ ടെലിഗ്രാമിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വേണ്ടത്ര നടപടികൾ ടെലിഗ്രാം പാലിച്ചില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി. എന്തായാലും ഇന്ന് വലിയൊരു വാദത്തിലേക്ക് കടന്നില്ല. ഒപ്പം തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണം എന്ന ടെലിഗ്രാമിന്റെ ആവശ്യവും മുന്നോട്ട് വച്ചു. എന്നിരുന്നാലും നാളെ ഈ ഹർജി വീണ്ടും പരിഗണിക്കാമെന്നാണ് ഡൽഹി ഹൈക്കോടതി അറിയിച്ചത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്കായി ഒരു നോട്ടീസും ഡൽഹി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതുപ്രകാരം നാളെ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു മറുപടി സമർപ്പിക്കും. നാളെ ഉച്ചയ്ക്ക് 2:30 ടെലിഗ്രാമിന്റെ ഹർജി വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജസ്ഥാനിലെ കോട്ടയിൽ കോൺഗ്രസ് മഹാറാലി. കുട്ടികളുടെ ആഗ്രഹങ്ങളെ ബഹുമാനിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം രാജ്യത്തില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അതേസമയം ടെലഗ്രാമിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റേത് അതിരുകടന്ന നടപടിയെന്നും നിരോധനം ഏകപക്ഷീയമെന്നും ടെലഗ്രാം വാദിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ തടയണമെന്ന ഹർജി സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. രാജസ്ഥാനിലെ കോട്ടയിലായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ ആത്മഹത്യ ചെയ്ത പരീക്ഷാർത്ഥിയുടെ ആത്മഹത്യാക്കുറിപ്പ് പങ്കുവച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. आकांक्षा के माता पिता की गलती नहीं थी, ये एजुकेशन सिस्टम की गलती थी. അതേസമയം നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിലെ താൽക്കാലിക നിരോധനത്തിനെതിരെ ടെലിഗ്രാം സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. നിരോധനം ഏകപക്ഷീയമാണെന്ന് ടെലിഗ്രാം വാദിച്ചു. നിർദ്ദേശങ്ങൾ ടെലിഗ്രാം പാലിക്കുന്നില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. അതിനിടെ നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിലോ സൂക്ഷിക്കുന്നതിലോ ഒരു തരത്തിലും വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് NTA അറിയിച്ചു. ചോദ്യപേപ്പറുകൾ ലഭ്യമാണെന്ന സന്ദേശങ്ങൾ വ്യാജമാണെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകി. പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും NTA നടത്തുന്ന പരീക്ഷകളിൽ ക്രമക്കേടുണ്ടാകുന്നതിൽ പാർലമെന്ററി സമിതി ആശങ്കയും അറിയിച്ചിട്ടുണ്ട്. നീറ്റ് പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജി നീറ്റുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം പരിഗണിക്കാനായി മാറ്റി. ഡെറാഡൂണിൽ നിന്ന് നീറ്റ് പരീക്ഷ വിജയിക്കാൻ കഴിയാത്തതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ 23-കാരി ആത്മഹത്യ ചെയ്തു. 24 ഡൽഹി. PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനാൽ പദ്ധതി തുടരാൻ നിർബന്ധിതമായെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അറിയിച്ച് LDF സർക്കാർ കത്ത് അയച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർ നടപടികൾ നിശ്ചയിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം PMC പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത്. ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PMC പദ്ധതിയിൽ പങ്കാളിയാണ്. നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ
വിദ്യാഭ്യാസ വിഷയത്തിൽ സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതിലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാഠ്യപദ്ധതിയിലും സ്കൂളുകളുടെ പട്ടിക തീരുമാനിക്കുന്നതിലും കേന്ദ്ര സർക്കാർ ഇടപെടരുതെന്ന് ആവശ്യപ്പെടും. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചു. PMC പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. PMC പദ്ധതിയുടെ ഭാഗമായി വർഗീയ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചത് മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കി. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത് 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട്. പണം ഇപ്പോൾ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ലല്ലോ. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? PMC പദ്ധതിയുമായി എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാജ്യത്തെ BJP ഇതര സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. വീണ്ടും സ്വാഗതം വാർത്താമടയിലേക്ക്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷം. ഇന്ന് മാത്രം 5 മരണം സ്ഥിരീകരിച്ചു. 12,000-ലധികം ആളുകൾ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഷിഗല്ല ബാധിച്ച് ഒരാൾ മരിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ഒരാഴ്ചയായി 12,000-ന് മുകളിലാണ്. പനി ബാധിച്ച് ഇന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത് 12,191 പേർ. ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ള ജില്ല മലപ്പുറമാണ്. പകർച്ചവ്യാധികളിൽ സംസ്ഥാനത്ത് ഇന്ന് 5 മരണം സ്ഥിരീകരിച്ചു. ഷിഗല്ല ബാധിച്ച ഒരാളും ഡെങ്കിപ്പനി ബാധിച്ച് 2 പേരും വയറിളക്കം ബാധിച്ച് ഒരാളും മരിച്ചു. വയനാട്ടിൽ പനി ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ഇന്ന് 12 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിദിന ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 100 കടന്നു. 105 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. അതേസമയം കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രോഗിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. നിപ നിരീക്ഷണത്തിലുള്ള ഒരാൾ കൂടി ആശുപത്രി വിട്ടു. സമ്പർക്ക പട്ടികയിലുള്ള 2 ആളുടെ ഫലം നെഗറ്റീവാണ്. പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെയും DMOമാരുടെയും ഓൺലൈൻ യോഗം ആരോഗ്യമന്ത്രി K. മുരളീധരൻ വിളിച്ചു ചേർത്തു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കും. 24 തിരുവനന്തപുരം. വയനാട്ടിൽ പനി ബാധിച്ച ആദിവാസി യുവതി മരിച്ചു. പേരിയ ആലാറ്റിൽ കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. കാളിദാസൻ ദേവദത്തം ചേരുകയാണ്. കാളിദാസൻ, മതിയായ ചികിത്സയൊക്കെ ലഭിച്ചിരുന്നോ ഇവർക്ക്? അസിത, ഇന്നലെയോടെയാണ് കടുത്ത പനിയും ഛർദിയും കണ്ടെത്തിയതിനെ തുടർന്ന് ഈ പേരിയ ആലാറ്റിൽ കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടി 21 വയസ്സാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് കാരന്തൂരിൽ വെച്ചാണ്, മെഡിക്കൽ കോളേജിന് സമീപത്തായി കാരന്തൂരിൽ വെച്ചാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചതെന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം എന്നുള്ളത്. ഇപ്പോൾ ആ ഉണ്ടായിരുന്ന ഉന്നതി, കുറ്റിവയൽ ഉന്നതിയിലാണ് ഈ ശ്രീകുട്ടി താമസിച്ചിരുന്നത്. ആ ഉന്നതിയിൽ 22 കുടുംബങ്ങളുണ്ട്. ഈ 22 കുടുംബങ്ങളും ഒരേ കിണറ്റിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. അപ്പോൾ ഈ കിണറിനെ സംബന്ധിച്ച്, ഈ കിണറിലെ ജലത്തെ സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ജലം കാരണമാണോ ഇത്തരത്തിലൊരു രോഗത്തിലേക്ക് എത്തിയത് എന്നുള്ളതും കൂടിയാണ് ചില സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. എന്തായാലും ബയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കം ഈ യുവതിയുടെ സാമ്പിളുകൾ അടക്കം അയച്ചിട്ടുണ്ട്. പനി മൂലമാണ് മരണം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ നിഗമനം എന്നുള്ളത്. കൂടുതൽ പരിശോധനകളൊക്കെ നടന്നു വരികയാണ്. ശരി, കാളിദാസൻ ദേവദത്തം വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കില്ല. നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, പേപ്പാറ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഇരു ഡാമുകളുടെയും സമീപ പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം വരുന്നു. ഈ മാസം 30 വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് അറിയിപ്പ്. വൈദ്യുതി ലഭ്യതയിൽ 900 മെഗാവാട്ടിന്റെ കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈദ്യുതി നിയന്ത്രണത്തിന് KSEB ഒരുങ്ങുന്നത്. വടകര കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്യാൻ
കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. സംഘപരിവാർ ചെയ്യുന്ന പണിയാണ് CPIM വടകരയിൽ ചെയ്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വിമർശിച്ചു. അന്വേഷണത്തിൽ രാഷ്ട്രീയ താൽപര്യമെന്നാണ് DYFIയുടെ പ്രതികരണം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. വ്യക്തികൾക്ക് പുറമെ 200 ഗ്രൂപ്പുകളിലേക്ക് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ബ്രോഡ്കാസ്റ്റ് സന്ദേശമായി പങ്കുവച്ചത് DYFI നേതാവ് ജിതിൻ ഭാസ്കറാണ്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഉറവിടം സംബന്ധിച്ച വ്യക്തതയുണ്ടാകൂ. ജിതിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും. കാഫിർ സ്ക്രീൻഷോട്ടിൽ സംഘപരിവാർ ചെയ്യുന്ന പണിയാണ് CPIM വടകരയിൽ ചെയ്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കിയാൽ സംഘപരിവാർ ചെയ്യുന്ന അതേ പണി CPM ചെയ്തില്ല. അവിടെ സംഘപരിവാർ ഈ പരിപാടി ചെയ്യാറുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് ഷാഫി പറമ്പിൽ MP. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയന്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവർ നീട്ടിക്കൊണ്ടുപോയത് എന്തിന്റെ പേരിലായിരുന്നു? അതേസമയം അന്വേഷണ സംഘം ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ CPIM പ്രതിരോധത്തിലായി. മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചന കൂടി കേസിൽ അന്വേഷിക്കണമെന്ന ആവശ്യമുയരുന്നത് CPIMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അത് അന്വേഷിച്ച് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ CPIM തയ്യാറായിട്ടില്ല. 24 കോഴിക്കോട്. എറണാകുളം തൃക്കാക്കരയിൽ അനധികൃത കച്ചവടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം. കടയുടമകളായ വയോധികൻ റോഡിനും ലോറിക്ക് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. ലിഡിയ ജേക്കബ് ചേരുന്നു കൊച്ചിയിൽ നിന്നും. ലിഡിയ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രതിഷേധത്തിന് കാരണം എന്താണ്? അസിത, കോടതി ഉത്തരവ് പ്രകാരം തൃക്കാക്കര നഗരസഭ വഴിയോര കച്ചവടങ്ങൾ പൊളിച്ചു നീക്കുകയായിരുന്നു അല്പസമയം മുമ്പ്. 2-3 ദിവസമായി നടന്നു വരുന്ന നടപടിയാണ്. പക്ഷേ ഇന്ന് അതിലൊരു പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അല്പം മാറിയുള്ള ഒരു കട, അതായത് തൃക്കാക്കര അമ്പലത്തിന് മുൻപിലുള്ള ഒരു കട പൊളിച്ചതുമായി ബന്ധപ്പെട്ട കടയുടമകളായിട്ടുള്ള 2 പേർ, വയോധികരായിട്ടുള്ള 2 പേർ ഇപ്പോൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ്. റോഡ് നടുക്കിരുന്നാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഇവർ പറയുന്നത് ഈ കട ഇരിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്ഥലത്താണ്, അത് പുറമ്പോക്ക് ഭൂമിയിലല്ല ഇരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് നോട്ടീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അത്തരത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ഈ വണ്ടികളും കാര്യങ്ങളും ഒക്കെ തടഞ്ഞ് റോഡിലിരുന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. വയോധികരായിട്ടുള്ള 2 പേരാണ് ഇവർ. വർഷങ്ങളായി ഇവിടെ കട നടത്തി വരുന്നവരാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് സംഭവിച്ചത് ചേച്ചി? എന്താ സംഭവിച്ചത്? ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നവരാണ്. 12 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നവരാ. ഈ വയസ്സായ ഞാനും ഈ കൂടി ഞങ്ങൾ 2 ഇതുകൊണ്ടേ ജീവിക്കണേ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 മാസം ആയിട്ടില്ല. നിശ്ചയത്തിൽ കൂടിയാണ് ആള് സംസാരിക്കുന്നത്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നോട്ടീസോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഞങ്ങളെ മുന്നറിയിപ്പ് തന്നിട്ടില്ല. ഇപ്പം നേരം ആങ്ങളുടെ പുള്ള ഈ വണ്ടി വന്നപ്പോൾ വിളിച്ചതാണ്. അവിടുന്ന് ഓടി വന്നപ്പോഴത്തേക്കും പൊളി അയച്ച് ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് ചായ തിളപ്പിച്ച് കുടിക്കണുള്ള ആ വെള്ളം കുടിച്ചിട്ടില്ല മനുഷ്യൻ. ഇത് എത്ര വർഷമായിട്ട് അവിടെ കട നടത്തുന്നത്? 12 വർഷമായി. ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് നഗരസഭ ഉദ്യോഗസ്ഥർ പറയുന്നത്. പുറമ്പോക്കല്ല, ഇത് അവിടെ ചുറ്റും മതിൽ കെട്ടിയിട്ട് വെച്ചേക്കായിരുന്നു. ആ സ്ഥലത്താണ് പ്ലാറ്റാരി സ്ഥലം ഞങ്ങൾക്ക് കട വെക്കാൻ. കട ഞങ്ങൾ മേടിച്ചപ്പോൾ കാണിയുടെ പുറത്തിരുന്നേ. അവിടുന്ന് പൊളിച്ച് മാറ്റാൻ പറഞ്ഞപ്പോൾ ഇവർ ഇത്തിരി സ്ഥലം നന്ന് അങ്ങോട്ട് നീക്കി വെച്ചാൽ മതിലിൻ്റെ അണ്ടയിൽ വെച്ചാണ് കടയിൽ. ആ മതിലോട് ചേർത്ത് പോസ്റ്റിൻ്റെ ഇടയിൽ അവിടെ റോഡ് വരൂല, വഴി വരൂല, ഒന്നും വരില്ല. ആ പോസ്റ്റിൻ്റെ ഇടയിലേക്ക് നീക്കി വെച്ചാണ് കടയുന്നത്. ഒരു കാലത്തും അവിടെ ഒന്നും വരൂല. പിന്നെ എന്തുകൊണ്ട് അവരത് പൊളിച്ച്? അവസാനം എന്താണ് തീരുമാനം ഉണ്ടായത്? എന്താണ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ ഇവിടുന്ന് പോയല്ലോ? ഏത് എന്ത് പറഞ്ഞിട്ടാണ് നഗരസഭ ഉദ്യോഗസ്ഥർ? അവരൊക്കെ പോയി. അവരൊക്കെ ഇവിടുന്ന് പോയി. വീട്ടിൽ കോളേജുകാർക്കും ആർക്കും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു മരം അവിടെ നിന്നത് അതും വെട്ടിക്കളഞ്ഞ അവർക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ റോഡിലിരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണോ? ഏത് റോഡിലിരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ്? റോഡിൽ ഞങ്ങൾക്ക് സമാനം ചെയ്യാണ്ട് ഞങ്ങൾ പോകില്ല. ഞങ്ങളുടെ കട പൊളിച്ച് ഞങ്ങൾ നാളെ ജീവിതം മാർഗം പോയി. അതിൻ്റെ അകത്ത് പൈസയുണ്ട്, സാധനങ്ങളുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. 10-50,000 രൂപ പെട്ടി അതിൻ്റെ അകത്തുള്ളതൊക്കെ അവർ പെറുക്കിക്കൊണ്ട് പോയി. 50,000 രൂപ ഉണ്ട്. അത് തന്നെയാണ് വീട്ടിലോട്ട് കൊണ്ടുപോയില്ല. ഒരാളും ഇവിടെ കള്ളന്മാർ വരൂല. അപ്പുറത്തെ സെക്യൂരിറ്റി ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ആ കാശെല്ലാം അത് തന്നെയാണ്. മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിൽ കടകൾ പൊറിച്ചതിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. വയോധികരായിട്ടുള്ള 2 പേരാണ് ഈ കടയിലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അതോടൊപ്പം തന്നെ ശരി ലിഡിയ, എന്തായാലും മുന്നറിയിപ്പ് ഇല്ലാതെയാണ് കട പൊളിച്ചു നീക്കിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് പുറമ്പോക്ക് ഭൂമിയാണ് എന്നുള്ളതാണ് നഗരസഭയുടെ ആവശ്യത്തിലെ പ്രതികരണം. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നഗരസഭ ഇപ്പോൾ കടക്കുന്നില്ല. കൂടുതൽ വിശദീകരണം ആവശ്യത്തിൽ വരും എന്ന് കരുതാം. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.
കായിക വാർത്തകളിലേക്കാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് 2ാം ജയം. നെതർലൻഡ്സിനെ 95 റൺസിന് തകർത്തു. 210 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നെതർലൻഡ്സ് 114-ന് ഓൾ ഔട്ടായി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അക്ഷയ് മോഹൻ ചേരുകയാണ്. അക്ഷയ്, തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയതല്ലേ ഇന്ത്യ? തീർച്ചയായും വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ തുടർച്ചയായ 2ാം ജയമാണ്. ടൂർണമെന്റിൽ കളിച്ച 2 മത്സരത്തിലും ഇന്ത്യ ആധികാരികമായി തന്നെ ജയിച്ചു. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ തകർപ്പൻ കളിയാണ് ഇന്ത്യ ഇന്ന് പുറത്തെടുത്തത്. ഇന്ത്യയുടെ ഓപ്പണർമാരായ സ്മൃതി മന്ദാനയും അതോടൊപ്പം തന്നെ ഷഫാലി വർമ്മയും ഇന്ത്യക്ക് നല്ല തുടക്കം നൽകി. സെഞ്ചുറി പാർട്ണർഷിപ്പ് 1ാം വിക്കറ്റിൽ തന്നെ നൽകി. ഇതിനനുസരിച്ച് വലിയ ടോട്ടൽ തന്നെ ഇന്ത്യ പടുത്തുയർത്തി 210 റൺസാണ് ഇന്ത്യ നെതർലൻഡ്സിന് മുന്നിൽ വിജയലക്ഷ്യമായി വെച്ചു. പക്ഷേ അതിലേക്ക് ഒരിക്കൽ പോലും ഒരു മേൽക്കൈ നേടുന്ന തരത്തിൽ നെതർലൻഡ്സിന് എത്താനായി കൃത്യമായ ഇടവേളയിൽ തന്നെ ഇന്ത്യ കൃത്യമായി തന്നെ വിക്കറ്റുകൾ വീഴ്ത്തി. 4 വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യയുടെ 4 വിക്കറ്റ് വീതം വീഴ്ത്തിയ ഇന്ത്യയുടെ ബോളർമാരായ ശ്രീചരണയും അതോടൊപ്പം 3 വിക്കറ്റ് വീഴ്ത്തിയ ഷഫാലി വർമ്മയും ചേർന്നാണ് നെതർലാൻഡ്സിനെ ചുരുട്ടിക്കെട്ടിയത്. അർദ്ധ സെഞ്ചുറി നേടുകയും അതോടൊപ്പം 3 വിക്കറ്റ് നേടുകയും ചെയ്ത ഷഫാലി വർമ്മയുടെ പ്രകടനമാണ് ഏറെ എടുത്തു പറയേണ്ടത്. അസിത. ഓക്കെ, അക്ഷയാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. വാർത്താ മഴ ഇതോടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.